നമസ്കാരം, ഞാൻ ഡോക്ടർ റംസീന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമോ? ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ടിപ്സുകൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്കുള്ളത് അലർജി തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പേഷ്യൻസ് ചോദിക്കാറുണ്ട്. എന്താണ് അലർജി? ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അലർജി എന്നത് നമ്മുടെ ശരീരം ബാഹ്യമായ പ്രേരക ഘടകങ്ങളോട് അസാധാരണമായി പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള പൊടി, പൂമ്പൊടി, പാറ്റ, അടുപ്പിൽ നിന്നും വരുന്ന പുക എന്നിവയെല്ലാമാണ് ഇവിടെ ആൻറ്റിജനായിട്ട് വരുന്നത്. ഈ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടാക്കുമ്പോഴാണ് ഈ അലർജി ഉണ്ടാവുന്നത്. നമ്മുടെ ശ്വസനത്തിലൂടെ ഇത് അകത്തോട്ട് പോവുകയും നമ്മുടെ ശ്വാസനാളിയിൽ ഇത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് വിട്ടുമാറാത്ത തുമ്മൽ, ചുമ, ആസ്മ എന്നിങ്ങനെയെല്ലാം നമുക്കുണ്ടാക്കുന്നു. അലർജി രണ്ട് തരമാണുള്ളത്: സീസണൽ അലർജി, പെറിനിയൽ അലർജി. സീസണൽ അലർജി എന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ വഷളാവുന്നതാണ്. അതായത് തണുപ്പ്, മഞ്ഞ്, മഴ എന്നിവയ്ക്കൊക്കെ അനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ വഷളായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചില കാലാവസ്ഥയിൽ മാത്രം പൂക്കുന്ന ചില ചെടികളുടെയോ മരങ്ങളുടെയോ പൂമ്പൊടി കാരണവും സീസണൽ അലർജി ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ പെറിനിയൽ അലർജി എന്നത് എല്ലാ കാലാവസ്ഥയിലും ഉണ്ടാകുന്ന ഒന്നാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള പൊടി, പൂമ്പൊടി, അടുപ്പിൽ നിന്ന് വരുന്ന പുക, വണ്ടിയിൽ നിന്നും പുറത്ത് വരുന്ന പുക, അങ്ങനെയൊക്കെയാണ് ഈ പെറിനിയൽ അലർജിക്ക് കാരണമാവുന്നത്. ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻട്രാഡെർമൽ അലർജിക് ടെസ്റ്റ്, സ്കിൻ പ്രിക് ടെസ്റ്റ്, സ്പെസിഫിക് IgE ടെസ്റ്റ് എന്നിവയെല്ലാമാണ് ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായി ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനോടാണ് അലർജിക് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ഒരു പേപ്പറോ ബുക്കോ എടുത്തിട്ട് അലർജി ഉണ്ടാവുന്ന ദിവസങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ പോയി, എന്തെല്ലാം ജോലികൾ ചെയ്തു, എന്തിനോടൊക്കെ സമ്പർക്കം പുലർത്തി, അതുപോലെ എന്തെല്ലാം ഭക്ഷണം കഴിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസം നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനോടാണ് അലർജിക് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഒരു മരുന്നുമില്ലാതെ നമുക്ക് ഈ അലർജി മാറ്റിയെടുക്കാൻ കഴിയും. തുമ്മൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ കാരണം എന്താണ്? അതുപോലെ ചുമയും ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ വരാൻ കാരണം എന്താണ്? ഇങ്ങനെ പല പേഷ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് തുമ്മൽ, ചുമ എന്നത് പല അസുഖങ്ങളുടെയും ഒരു ലക്ഷണമാണ്. എന്നാൽ പലപ്പോഴും ഈ തുമ്മൽ, ചുമ എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ തൊണ്ടവേദന, പനി, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അത് വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടത് നിർബന്ധമാണ്. ഇങ്ങനെയുള്ള തുമ്മലിന് കാരണം നമുക്ക് ചുറ്റുമുള്ള പൊടിയാവാം, അതുപോലെ വണ്ടിയിൽ നിന്ന് വരുന്ന പുകയാവാം, അടുപ്പിൽ നിന്ന് വരുന്ന പുകയാവാം, പൂമ്പൊടിയാവാം. ഇതെല്ലാം കാരണമാണ് അലർജി ആയിട്ടുള്ള തുമ്മൽ ഉണ്ടാവുന്നത്. ചില സമയത്ത് ചുമച്ച് ശ്വാസം കിട്ടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. വെയിറ്റ് കൂടുതലുള്ള ഒരാളാണെങ്കിൽ ആ വെയിറ്റ് കുറയ്ക്കുക തന്നെയാണ് ആദ്യമായിട്ട് അതിന് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറിലെ പേശികൾ ഉപയോഗിച്ച് ആഴത്തിൽ ശ്വസിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു നിരപ്പായ സ്ഥലത്ത് കിടന്ന് നമ്മുടെ രണ്ട് കൈകളും വയറിന് മുകളിൽ വെച്ച് നമ്മുടെ മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസമെടുക്കുക. അത് കുറച്ചു നേരം അവിടെ പിടിച്ചു വെക്കുക. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ശ്വാസം കിട്ടാതെ പോകുന്ന ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചു കൊണ്ടുവരാം. തുടർച്ചയായി തുമ്മലുണ്ടാകുമ്പോൾ നമുക്കിതിനെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് നോക്കാം. നമ്മുടെ നാവ് കൊണ്ട് വായുടെ മുകൾ ഭാഗത്ത് ഇക്കിളി ഉണ്ടാക്കുന്നത് പോലെ തടവുക. ഇതൊരു 5-10 സെക്കൻഡ് തുടരുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തുടർച്ചയായിട്ടുള്ള തുമ്മലിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തുടർച്ചയായി തുമ്മലുണ്ടാകാൻ പോകുന്ന ഒരു സമയത്ത് അത് കടന്നു പോകുന്നത് വരെ നമ്മുടെ നാവ് കൊണ്ട് മുൻപല്ലുകളിൽ ശക്തമായിട്ട് അമർത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വരാൻ പോകുന്ന ഈ തുടർച്ചയായിട്ടുള്ള തുമ്മലിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മൂക്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്ത് നമ്മുടെ തല ഇങ്ങനെ മുകളിലോട്ട് പൊക്കി വീണ്ടും മൂക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വീണ്ടും തല മുകളിലോട്ട് പൊക്കി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൂക്കടപ്പുണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറാനും അതുപോലെ ഇങ്ങനെ വരുന്ന തുമ്മാനുള്ള ടെൻഡൻസി അത് കുറയ്ക്കാനും ഇത് സാധിക്കും. അതുപോലെ മൂക്കിന് താഴെ നമ്മൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തുമ്മാനുള്ള ഈ ഒരു ടെൻഡൻസിയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. അലർജി പാരമ്പര്യമായിട്ടുണ്ടാകുമോ എന്നതാണ് പലരും ചോദിക്കാറുള്ളത്. അലർജി നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനി അച്ഛനും മാത്രമാണെങ്കിലും വരാം, അമ്മയ്ക്ക് മാത്രമാണെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്.
അലർജി സ്ട്രെസ് കാരണം ഉണ്ടാവുമോ? അതെ, സ്ട്രെസ് അല്ലെങ്കിൽ അമിതമായ സമ്മർദ്ദം കാരണം അലർജിയുടെ ലക്ഷണങ്ങൾ വഷളാവുകയും അലർജിക്ക് അതൊരു ട്രിഗറിങ് ഘടകമാവാനും സാധ്യതയേറെയാണ്. അലർജി വരാതിരിക്കാൻ അല്ലെങ്കിൽ അലർജി മാറിക്കഴിഞ്ഞ് വീണ്ടും വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ വഷളാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ധാരാളം ശുദ്ധവായു ശ്വസിക്കുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ വീടിനകത്തെ ജനലും വാതിലുകളും എല്ലാം തുറന്നു വെച്ച് വായു സഞ്ചാരം ഉറപ്പുവരുത്തുക. അന്തരീക്ഷ മലിനീകരണമോ അല്ലെങ്കിൽ പൊടിപടലങ്ങളുമായി ഇടപഴകുന്ന ജോലിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരോ ആണെങ്കിൽ മാസ്ക് നിർബന്ധമായും ധരിക്കുക. ധാരാളം ശുദ്ധവായു കിട്ടുന്ന സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ വീടിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്തുള്ള പൊടി നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. അതുപോലെ റൂമിനരികിൽ ബുക്കുകളോ ഡ്രസ്സുകളോ ഒക്കെ കൂട്ടിയിടുന്ന ശീലം ഒഴിവാക്കുക. ചിലർക്ക് കുളിച്ചു കഴിഞ്ഞാലായിരിക്കും അലർജി ഉണ്ടാവുന്നത്. അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് വായിൽ വെള്ളം പിടിച്ചു വെച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വെയിലാവുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വെയിലാറിയതിന് ശേഷമോ മാത്രം കുളിക്കാൻ ശ്രദ്ധിക്കുക. കുളിച്ചു കഴിഞ്ഞാൽ തന്നെ തലയിൽ വെള്ളം നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതെ അത് നന്നായിട്ട് തുടച്ചു തന്നെ കളയുക. അതുപോലെ വെള്ളം നനഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം ഒന്ന് തട്ടിയാലൊക്കെ അലർജി വരുന്ന കുട്ടികളുണ്ട്. അവർ വെള്ളത്തിൽ കളിക്കുന്നതും അതുപോലെ മഴ നനയുന്നതും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഒഴിവാക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ മുഖത്തോട്ട് ഡയറക്റ്റായിട്ട് കാറ്റടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ യാത്ര ചെയ്യുമ്പോഴൊക്കെ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ചിലർക്ക് കാറ്റടിച്ചാൽ അലർജി വരും, ചിലർക്ക് തണുപ്പടിച്ചാൽ അലർജി വരും. ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ തലയും മൂക്കുമൊക്കെ ഒരു ഷോള് വെച്ചിട്ട് അല്ലെങ്കിൽ മാസ്ക് ധരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പുകവലി ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ പുകവലിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊരു കമ്പനി കൊടുക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, AC എപ്പോഴും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ ടെമ്പറേച്ചർ കുറച്ച് വെക്കുമ്പോൾ ഒരിക്കലും 24 ഡിഗ്രി സെൽഷ്യസിന് താഴെ കുറച്ച് വെക്കാതിരിക്കുക. അതിന് മുകളിലായി കഴിഞ്ഞാലുള്ളൂ നമ്മുടെ ശരീരത്തിന് അതുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുകയും അലർജി വരാനുള്ള സാധ്യതയും അതിൻ്റെ ലക്ഷണങ്ങളെ അത് വഷളാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തലയിൽ നീരിറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുക. അതുപോലെ എക്സസൈസുകളിലൂടെ നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ചു കൊണ്ടുവരാനും വരാതിരിക്കാൻ ശ്രദ്ധിക്കാനും കഴിയും. അതായത് ശ്വസന വ്യായാമങ്ങൾ, പ്രാണായാമം, യോഗ എന്നിങ്ങനെയുള്ള എക്സസൈസുകൾ ശീലിക്കുക. അലർജിയുള്ളവർ ശ്രദ്ധിക്കേണ്ട, അതായത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ചും ഇതിൽ പറയാനുള്ളത് പാലുൽപ്പന്നങ്ങൾ, അതുപോലെ ബിസ്ക്കറ്റ് എന്നിവയൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ എന്തിനോടാണ് അലർജി എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഇനി എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? അലർജി ഉള്ളവർ വൈറ്റമിൻ C അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുക. ഓറഞ്ച്, മുസമ്പി എന്നിവയെല്ലാം ഉൾപ്പെടുത്തുക. എന്നാൽ ഇത് ചിലർക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളവർ നെല്ലിക്ക ദിവസവും ഉൾപ്പെടുത്തുക. അതുപോലെ മഞ്ഞൾപ്പൊടി, തക്കാളി, ഇഞ്ചി ഇതെല്ലാം ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങളായ മത്തി, അയല, ചൂര എന്നിവയെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളാണ് പറയുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചി ചതച്ചതും എല്ലാം ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ മുറ്റത്തൊക്കെ കുഴിച്ചിട്ട തുളസി ഇല, കഞ്ഞിക്കൂർക്ക ഇല ഇതെല്ലാം നമുക്ക് അതിൻ്റെ പിഴിഞ്ഞ് നീര് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആവി പിടിക്കാനും തുളസി ഇല ഉപയോഗിക്കാം. മഞ്ഞൾ, ചുക്ക്, കുറച്ച് കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ കുറച്ച് കരിഞ്ജീരകവും ഒക്കെ തേനിൽ ചാലിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തുടർച്ചയായി വരുന്ന തുമ്മൽ, അതുപോലെ തുടർച്ചയായി വരുന്ന ചുമ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. വിട്ടുമാറാത്ത തുമ്മൽ, ചുമ, മൂക്കടപ്പ്, മൂക്കിൽ നിന്നും കുമ്പിടാൻ പോലും കഴിയാതെ നിർത്താതെ വെള്ളം പോലെ വരുന്നത്, കണ്ണിന് ചുവപ്പ് നിറം, കണ്ണിൽ നിന്നും വെള്ളം വരിക, തൊണ്ട ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, അതുപോലെ ദേഹത്ത് വരുന്ന ചൊറിച്ചിൽ, അതുപോലെ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇതിനെല്ലാം നമുക്ക് ഫലപ്രദമായി ചികിത്സയുണ്ട്. രോഗിയുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കി രോഗലക്ഷണങ്ങളും രോഗിയുടെ സാഹചര്യങ്ങളും എല്ലാം കണക്കിലെടുത്താണ് ചികിത്സ നൽകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ചികിത്സ നൽകുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അലർജി നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നതാണ്.
ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഡോക്ടർ റംസീന, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.